മുസ്ലിം ലീഗിൽ വീണ്ടും ഹരിത വിവാദം. പി.കെ. നവാസിനെ വേട്ടയാടിയെന്ന് MSF നേതാവ്. MSF മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി VA വഹാബിന്റെ ശബ്ദരേഖ പുറത്ത്. MSFന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് വഹാബിന്റെ പ്രതികരണം. ഫാത്തിമ തഹ്ലിയക്കെതിരെ രൂക്ഷ വിമർശനമാണ്. മാപ്പ് പറഞ്ഞ് തിരിച്ചെത്തിയിട്ടും നവാസിനെതിരെ ആരോപണം തുടർന്നു. താനൂരിൽ നവാസിനെതിരെ ഹരിത വിവാദം ഉയർത്തിയെന്നും ആരോപണമുണ്ട്. കേൾക്കാം ശബ്ദരേഖ. LDF അവർ മൊത്തം പി.കെ. നവാസിനെതിരെ ഹരിത വിഷയം പറഞ്ഞ ക്യാമ്പയിൻ ചെയ്തത്. അന്നൊക്കെ നമ്മൾ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് മുഫീദ താനൂല വോട്ടർക്ക് ആ സമയത്ത് മെസ്സേജ് അയച്ചത്. നമ്മൾ ഒരു വശത്ത് അതിനെ കോട്ടടിച്ച് നമ്മൾ പോകുമ്പോൾ ഓളിപ്പുറത്ത് വോട്ടർമാർക്ക് മെസ്സേജ് അയക്കാം. അതൊക്കെ ഉള്ളത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ദഹലിയ മീഡിയ വണ്ണിന് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഹരിത വിഷയം ഞാൻ നിലപാട് മാറ്റിയിട്ടില്ല, തെറ്റിയിട്ടില്ല, ഞാൻ ഇപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന് കണ്ടത്. ഈ തെഹലിയാനെയും മുഫീദനെയും നെജ്മനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത പുതിയ തലമുറ പോലെ മൊത്തം ഫോളോ ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾക്കിടയിലൊക്കെ തെറ്റിദ്ധാരണ വരത്തില്ല അവര്. AK അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഹരിത വിവാദം പുകയുകയാണോ ലീഗിൽ? പ്രത്യേകിച്ച് പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി തഹ്ലിയക്കെതിരെ MSFൽ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമല്ല ഇത് പുകയുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഈ താനൂരിൽ ഇത് വലിയ തരത്തിൽ പ്രചാരണ വിഷയമായി ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇത് വലിയ തരത്തിൽ പ്രശ്നവുമായി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഹരിത നേതാക്കൾ ഇക്കാര്യത്തിൽ സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള വോട്ടർമാർക്ക് SMS അടക്കം അയച്ചു എന്നുള്ള പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഏതായാലും നീതിബോധം കൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറയേണ്ടത്, മര്യാദയോടുകൂടി തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയേണ്ടത് എന്നാണ് ഇപ്പോൾ VA വഹാബ് വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം ഇത്തരത്തിൽ ഹരിതയിൽ വിവാദവുമായി ബന്ധപ്പെട്ട് മാപ്പ് എഴുതി നൽകിയതിനു ശേഷമാണ് ഫാത്തിമ തഹ്ലിയും അതോടൊപ്പം നെജ്മ അടക്കമുള്ള ആളുകൾ പാർട്ടിയിലേക്ക് തിരികെ വന്നത്. പിന്നീട് സീറ്റടക്കം തരപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ ആ സമയത്ത് പോലും നവാസിനെതിരെ വലിയ തരത്തിൽ പരാതി ഉയർന്ന ഘട്ടത്തിൽ അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് നവാസിനെ പ്രതിരോധിക്കുന്നതിന് പകരം അദ്ദേഹത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് അവർ പറയുകയും ചെയ്തത്. ഏതായാലും ഇത് വലിയ തരത്തിൽ വിവാദമാകുന്നു. കാരണം നമുക്കറിയാം ഹരിത വിവാദം എത്രത്തോളം മുസ്ലിം ലീഗിന്റെ അകത്തും അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്കിടയിലൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറിയിരുന്നു. അത് വീണ്ടും തുടരുന്നു എന്നതാണ്. പ്രധാനമായും പി.കെ. നവാസും അതോടൊപ്പം തന്നെ ഫാത്തിമ തഹ്ലിയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അല്ലെങ്കിൽ ജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികൾ കൂടിയാണ്. അവർ ജയിച്ചു വരികയാണെങ്കിൽ ഇത് വീണ്ടും വഷളായി തന്നെ വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനിടയിലാണ് ഇപ്പോൾ യുവനേതാക്കളടക്കം ഇക്കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. പ്രധാനമായും ഫാത്തിമ തഹ്ലിയും മറ്റ് യുവനേതാക്കൾക്കൊക്കെ വലിയ തരത്തിൽ ഫോളോവേഴ്സ് ഉണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണ് ഇവരുടെ പ്രതികരണം ഉണ്ടാവുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. വീണ്ടും ഹരിത വിവാദം പുകയുകയാണ് ലീഗിൽ എന്നുള്ളതാണ് അഭിലാഷ് നൽകിയ വിവരങ്ങൾ.